തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ജോവാക്കിമിന്റെയും വിശുദ്ധ അന്നയുടെ മകളായി ജനിച്ച പരിശുദ്ധ മറിയം പൈതപ്രായത്തിലെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവളായി ദേവാലയത്തിൽ വളർന്നു. ദൈവീയ പുണ്യങ്ങൾ അഭ്യസിച്ച പരിശുദ്ധ മറിയം ദൈവസന്നിധിയിൽ വിശുദ്ധമായ ജീവിതം നയിച്ചു. അമ്മയുടെ വിശുദ്ധമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ തന്റെ ജീവിതം ലക്ഷ്യബോധത്തോടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും മാത്രം ശ്രമിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ പൈതപ്രായത്തിലെ അന്ധമായ അനുസരണയുള്ളവളായിരുന്നു. നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാകാത്തപ്പോഴും അവൻ സത്യം തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ് അനുസരണം. ഗബ്രിയേൽ ദൂതന്റെ സന്ദർശനത്തിന് ശേഷം തുടർന്നുണ്ടായ എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണമായ അനുസരണത്തോടെ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു. പരിശുദ്ധ അമ്മ ചെറുപ്പത്തിൽ തന്നെ എളിമ എന്ന പുണ്യം നേടിയവളായിരുന്നു. അതുകൊണ്ടാണ് ദൈവപുത്രന് ജന്മം നൽകാൻ സ്വർഗം തിരഞ്ഞെടുത്തതും ത്രിലോകരാജ്ഞിയായി ഉയർത്തപ്പെട്ടതും. പരിശുദ്ധ അമ്മ ദൈവത്തോട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു പോയതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ മറ്റുള്ളവരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ ദൈവത്തോട് തന്നെ സംസാരിച്ചുകൊണ്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. ആയതിനാൽ പ്രാർത്ഥനാപൂർവമായ ജീവിതം നയിച്ച് വിശുദ്ധ കൂദാശകൾ പതിവായി അനുസരിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധമായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ജനന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: പിതാവായ ദൈവത്തിന്റെ പുത്രിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം, ദൈവസ്നേഹം, ദൈവശരണം എന്നീ പുണ്യങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.